മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്ലോഗാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അബുദാബിയിൽ നിന്നും അല്ലൈൻ വരെ പോവാണ്. എന്തിനാ സെല്ലു നമ്മൾ പോകുന്നത്? നമ്മള് എൻ്റെ ഫ്രണ്ടിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മാത്രമാണോ? അതല്ലാതെ അവിടെ ഒരു സർപ്രൈസ് ഉണ്ട്. നമ്മള് ഒരു സാൻഡ്വിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അബുദാബിയിൽ നിന്നും അല്ലൈൻ വരെ. നമ്മൾ എത്ര കിലോമീറ്റർ ഉണ്ട് സെല്ലു? 150+ കിലോമീറ്ററും താണ്ടി നമ്മൾ പോണത്. അതിന്റെ ഇടയിൽ സെല്ലുവിന്റെ ഫ്രണ്ടിനെ ഒന്ന് അല്ലൈൻ എയർപോർട്ടിലും ഡ്രോപ്പ് ചെയ്യാനുണ്ട് നമുക്ക് അബുദാബിയിൽ നിന്ന് എടുത്തിട്ട്. അപ്പൊ എന്തായാലും ഒരു സാൻഡ്വിച്ച് കഥയാണ് ഇന്നത്തെ വ്ലോഗ്. അപ്പൊ നമ്മളിത് ഒരു സാൻഡ്വിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അബുദാബിയിൽ നിന്നും അല്ലൈന് വരെ 150+ കിലോമീറ്ററും താണ്ടി പോവാണ്. അത്രക്ക് സ്പെഷ്യൽ ആണോ സെല്ലു ആ സാൻഡ്വിച്ച്? ട്രൈ ചെയ്തിട്ട് പറയും. സെല്ലു ഓൾറെഡി കഴിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. ഞങ്ങൾ വളരെ ഫസ്റ്റ് ടൈം കഴിക്കാൻ വേണ്ടി പോവാണ്. ആ സാൻഡ്വിച്ചിന്റെ പേരെന്താണ്? അതാണ് അതിലും വലിയ സ്പെഷ്യൽ. എന്താണ് സെല്ലു? സാൻ ഫ്രാൻസിസ്കോ എന്നാണ് ആ സാൻഡ്വിച്ചിന്റെ പേര്. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സാൻഡ്വിച്ചിന്റെ പേര് ഞാൻ കേൾക്കുന്നത്. സോ ഐ എം സൂപ്പർ എക്സൈറ്റഡ് ടു ടേസ്റ്റ് ദാറ്റ്. സെല്ലു, എന്താണ് ഇങ്ങനെ ഒരു പേര് സാൻഡ്വിച്ചിന്? എങ്ങനെ എനിക്കറിയില്ല, പക്ഷെ ഇതൊരു കാലിഫോർണിയയിലെ ഒരു സിറ്റിന്റെ പേരാണ് സാൻ ഫ്രാൻസിസ്കോ എന്നല്ല, എനിക്ക് അറിയുന്നതല്ല. അതൊക്കെ സാൻ ഫ്രാൻസിസ്കോ എന്നുള്ളത് ഒരു പ്ലേസ് ആണെന്ന് നമുക്കറിയാം. കാലിഫോർണിയയിലായിരുന്നില്ലേ? ഓക്കെ ഓക്കെ. അപ്പം ആ ഒരു പേര് എന്തിനാണ് ഇവിടെ അല്ലൈനിലുള്ള ഒരു ഷോപ്പിൽ സാൻഡ്വിച്ചിന് കൊടുത്തിട്ടുള്ളത്? എനിക്ക് മാത്രമല്ല, ഇവിടെ എല്ലായിടത്തും അങ്ങനെ ആ സാൻ ഫ്രാൻസിസ്കോ എന്നുള്ള സാൻഡ്വിച്ച് അവൈലബിൾ ആണ്. എനിക്ക് എന്തായാലും ഭയങ്കര ഒരു അത്ഭുതം പോലെ കേട്ടോ. നമ്മുടെ നാട്ടിൽ അങ്ങനെ പേരിലുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ വലിയ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു പേരൊക്കെ കേൾക്കുന്നത്. എന്തായാലും പോയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ സെല്ലു പറയുന്ന കാര്യമായതുകൊണ്ട് അത്രയ്ക്ക് ഹൈപ്പ് ചെയ്യാൻ കൊടുക്കുന്നില്ല, കാരണം മൂപ്പരെ ടേസ്റ്റ് ഒന്നും എനിക്ക് അങ്ങനെ പറ്റാറില്ല. അതുകൊണ്ട് എന്തായാലും പോയിട്ടൊന്ന് ഡയറക്റ്റ് ആയിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. അതിനിടയിൽ സെല്ലുവിൻ്റെ ഫ്രണ്ടിനും കൂടി നമുക്ക് എടുത്തിട്ട് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തിട്ട് കാണാം. അപ്പോഴേക്കും ഇതേ നമ്മുടെ സെല്ലുവിൻ്റെ ഫ്രണ്ടിനൊക്കെ പിക്ക് ചെയ്തു. ഏകദേശം എല്ലാവർക്കും നന്നായിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഉച്ച ടൈമും ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊരു റെസ്റ്റോറൻറ്റ് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഇറങ്ങി കഴിക്കാനുള്ള ടൈമൊന്നും ഇല്ലായിരുന്നു, കാരണം എയർപോർട്ടിലേക്കുള്ള യാത്രയല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ വേഗം പറ്റുന്ന ഐറ്റംസൊക്കെ നമ്മൾ അങ്ങനെ വാങ്ങിച്ച് കഴിച്ചു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ വിശന്നുകൊണ്ട് നല്ല ടേസ്റ്റും തോന്നിയിരുന്നു ഫുഡിനൊക്കെ. അപ്പം നമ്മളതൊക്കെ കഴിച്ച് നേരെ എയർപോർട്ടിലേക്ക് പോയി. നമ്മളിപ്പം അല്ലൈനിലാണുള്ളത്. അതെ ഗായ്സ്, അപ്പം നമ്മളിപ്പോൾ ഉള്ളത് അല്ലൈനിലാണ്. സെല്ലൂൻ്റെ ഫ്രണ്ടിനെ നമ്മൾ എയർപോർട്ടിലൊക്കെ ഡ്രോപ്പ് ചെയ്തു. ഇനിയാണ് നമ്മളുടെ സാൻ ഫ്രാൻസിസ്കോ സാൻഡ്വിച്ചിൻ്റെ ഊഴം. എന്തായാലും നമുക്ക് പോയി കഴിക്കാം. അപ്പം നമ്മളിതേ ഷോപ്പ് എത്തിയിരിക്കുകയാണ്. ഷോപ്പ് എത്തിയില്ലേ? ദേ ഇതാണ് ആ ഷോപ്പ്. ഇവർ ഇത്രയും ഹൈപ്പ് കൊടുത്ത സ്ഥിതിക്ക് എനിക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പം എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം. അങ്ങനെ ഫൈനലി ഇവരൊക്കെ പറഞ്ഞ ആ സാൻഡ്വിച്ച് ഞാനും കഴിച്ചു. സാൻ ഫ്രാൻസിസ്കോ സാൻഡ്വിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാര്യം പറയാലോ, നമ്മൾ അബുദാബിയിൽ നിന്ന് അല്ലൈൻ വരെ വന്നിട്ട് അത് കഴിച്ചിട്ടാണ് ഞാൻ ഈ റിവ്യൂ പറയുന്നത്. പൊറാട്ടൻ്റെ ഉള്ളിൽ ചിക്കനും മയോണൈസൊക്കെ വരുന്നൊരു പൊറാട്ടയിൽ വരുന്ന ഫില്ലിങ്സ് വരുന്ന സാൻഡ്വിച്ചാണ്. പക്ഷേ
എന്താണ് ആ പൊറാട്ടൻ്റെ ഒരു ടെക്സ്ചർ ആണെങ്കിലും ഒരു സോഫ്റ്റ്നെസ് ആണെങ്കിലും ക്രിസ്പിനെസ് ആണെങ്കിലും എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് വന്ന് കിട്ടില്ല ടേസ്റ്റ്. എന്തായാലും ആരെങ്കിലും ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പം എന്തായാലും അതൊക്കെ ട്രൈ ചെയ്ത് പിന്നെ നമ്മൾ നേരെ ഇനി ബാക്ക് ടു അബുദാബി. അപ്പം പോയാലും മക്കു നമുക്ക് ഇവിടെ ഒരാളപ്പോഴേക്ക് നഗറ്റ്സ് വീണ്ടും കഴിക്കുകയാണ്. അബുദാബി പോയാലോ മോളെ? അപ്പം ഞങ്ങൾ അബുദാബി പോവാണ്. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം നമ്മളുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ. അപ്പം വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നത് വരേക്കും. മക്കു ബൈ പറ. ബൈ സെല്ലു ബൈ പറ. സെല്ലു ബൈ പറ. ബൈ പറഞ്ഞാൽ ചിലപ്പോൾ കൂടെ ബൈ ബൈ.